എൻ്റെ പേര് ബിന്ദു സത്യനാഥ്. വരുന്നത് ആയവന ഗ്രാമപഞ്ചായത്തിൽ നിന്ന്. ഞങ്ങൾക്ക് പുഴയ്ക്ക് അക്കരയ്ക്ക് പോകാനായിട്ട് ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നുള്ളൂ, തൂക്കുപാലം. അത് 2018 നഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ഏക ആശ്രയം അതാണ്. മൂവാറ്റുപുഴ ടൗണിലേക്ക് വരാനും വില്ലേജ്, റേഷൻ കട, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ എല്ലാം ആ ഒരു തൂക്കുപാലമായിരുന്നു. നമുക്കിനി ആ തൂക്കുപാലത്തിന്റെ കാര്യം എന്തായി എന്ന് നോക്കിയിട്ട് വരാം. നവകേരള സദസ്സും കഴിഞ്ഞ് 6-7 മാസമായല്ലോ. ഇതിനിടെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പും വന്നുപോയി. ദേ ഇതാണ് നേരത്തെ പറഞ്ഞ കീച്ചേരിക്കടവ് തൂക്കുപാലം. ദോഷം പറയരുതല്ലോ. 2018 പ്രളയത്തിൽ തകർന്ന പാലം അങ്ങനെ തന്നെയുണ്ട്, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഈ നവകേരള സദസ്സിൽ കൊടുത്തതിന് നല്ല മറുപടി നിങ്ങളുടെ കിട്ടിയിട്ടുണ്ടോ? എന്റെ കിട്ടിയാൽ ഒന്നും തന്നെ ഇല്ല. മറുപടി ഒന്നും തന്നെ വന്നിട്ടില്ല. ഇല്ല, മറുപടി വന്നു. പഠിക്കണം, ഉടൻ നടപടി ഉണ്ടാകും എന്ന് വിവരം അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം നവകേരള സദസ്സ് നടന്നിട്ടും നാളുകളായില്ലേ ഇപ്പോൾ. ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ആ ഒരു ചെറിയ വെള്ളം കിടക്കണുണ്ടോ, ആ വള്ളത്തിൽ കുഞ്ഞു കുട്ടികളെ കയറ്റി എന്തും സംഭവിക്കാം എന്നുള്ള ഒരു നിലയിൽ ആണ് ഇപ്പോഴത്തെ സ്ഥിതി. ഈ കാളിയാർ പുഴയ്ക്ക് കുറുകെയാണ് ഈ തൂക്കുപാലം നിർമ്മിച്ചിരുന്നത്. ഇവിടെയാണ് തൂക്കുപാലം പൊട്ടി വീണിരിക്കുന്നത്. ഈ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വളരെ വേഗത്തിൽ 2 കരകളിലും തമ്മിലുള്ള ആൾക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു ഈ തൂക്കുപാലം ഉള്ള സമയത്ത്. ഇപ്പോൾ ഈ ഇപ്പുറത്തെ കരക്കാർ മൂവാറ്റുപുഴ അങ്ങനെ പ്രധാനപ്പെട്ട ടൗണുകളിലേക്ക് പോകണമെങ്കിൽ അവർ കിലോമീറ്ററുകൾ ചുറ്റിത്തിരിഞ്ഞു പോകേണ്ടി വരുന്ന അവസ്ഥയാണ്. നമുക്ക് ആ കൂടെ ഈ റൂട്ടിൽ ഒരു ബസ് രാവിലെയും വൈകുന്നേരം വന്നു പോകത്ത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകൾ കംപ്ലീറ്റ് ഈ തൂക്കുപാലത്തെ ആശ്രയിച്ചാണ് ബസ് കയറി മൂവാറ്റുപുഴയ്ക്ക് പോകുന്നത്. മൂവാറ്റുപുഴ ടൗണിലേക്ക് 1.5 കിലോമീറ്റർ ഉള്ളൂ നമുക്ക് ഈ തൂക്കുപാലം കയറി പോവുകയാണെങ്കിൽ. ഇതിൽ പോവുകയാണെങ്കിൽ 5.5 കിലോമീറ്ററോളം കറങ്ങി വേണം പോകാൻ. ഇവിടെ ഈ മറുകരയിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ ഏക മാർഗം കടത്തുവഞ്ചിയാണ്. ആ കടത്തുവഞ്ചിക്കാരനെ കാത്ത് ഒരുപാട് പേര് ഇവിടെ നിൽക്കുകയാണ്, സ്കൂൾ കുട്ടികളടക്കം. ഇപ്പോൾ ഞാൻ വിളിച്ചു, നമ്പറിൽ വിളിച്ചു. അന്നേരം പറയാം ഞാൻ അഞ്ചപ്പുട്ടിയിലാണ്, അത് കാരണം 1 മണിക്കൂർ കഴിഞ്ഞ് വരുവോളൂ. ഞാൻ എന്നും വന്ന് കൊച്ചിനെ അക്കരെ കൊണ്ടുവന്ന് വിടും. 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഇക്കരയ്ക്ക് കൊണ്ടുവരും. തൂക്കുപാലം ഉണ്ടായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടില്ല. ഒരു ബുദ്ധിമുട്ടുമില്ലോ, നേരെ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നല്ലോ. ഇത് ഈ വള്ളക്കാരനെ നോക്കണം. എനിക്ക് പേടിച്ചിട്ട് ഞാൻ വന്ന് നിൽക്കണം. എന്നാ ഈ വള്ളം ഇതാ. പ്രളയത്തിന് ശേഷം ഈ തൂക്കുപാലം നന്നാക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. 1,70,00,000 രൂപ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ എന്തുകൊണ്ടോ ഒന്നും നടന്നില്ല. കോൺക്രീറ്റ് പാലം വരുമെന്നും പറഞ്ഞ് ആ പ്രൊജക്റ്റ് ഉപേക്ഷിച്ചു. പക്ഷേ ആ ഓരോ വർഷവും ഓരോ ദിവസം കഴിയും തോറും ഇവിടുത്തെ ആളുകളുടെ സാമ്പത്തികമായിട്ടും ആയുസ്സുമൊക്കെയാണ് പോകുന്നത്. തോട്ടഞ്ചേരിക്കാർക്ക് മറുകരയിലേക്ക് എത്താൻ അവർ ഇനി ഏത് സദസ്സിന് മുന്നിലാണ് എത്തേണ്ടത്? പറയുന്ന വാഗ്ദാനം പാലിച്ചിരിക്കുമെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന സർക്കാരാണ്. പക്ഷേ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ക്യാമറമാൻ മനോജ് മാടശ്ശേരിക്കൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്.